നീ ഇപ്പോൾ പഴയ പോലെയല്ല. നിനക്ക് പണ്ടത്തെ ആ സ്നേഹമില്ല. പ്രണയിക്കുന്നവരോ വിവാഹിതരോ ആയ ഭൂരിഭാഗം ആളുകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള വരികളാണിത്. എന്തുകൊണ്ടാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ പ്രണയത്തിൽ ഇങ്ങനെയൊരു മാറ്റം വരുന്നത്? പങ്കാളിക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞതാണോ? അതോ അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണോ? യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ വലിയൊരു ശാസ്ത്രമുണ്ട്. പ്രശസ്ത ഗവേഷകയായ ഹെലൻ ഫിഷർ തൻ്റെ വൈ വി ലവ് എന്ന പുസ്തകത്തിൽ പ്രണയത്തെ 3 ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്ന ആ രാസമാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രണയത്തിൻ്റെ ആദ്യഘട്ടം ലെസ്റ്റ് അഥവാ ശാരീരികമായ ആകർഷണമാണ്. പരിണാമപരമായി നോക്കിയാൽ വംശവർദ്ധനവിനായി പ്രകൃതി നമുക്കുള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്രിഗറാണിത്. ഇവിടെ പ്രവർത്തിക്കുന്നത് ടെസ്റ്റോസ്റ്ററോൺ, ഈസ്ട്രജൻ എന്നീ ഹോർമോണുകളാണ്. പുരുഷന്മാരിലാണ് ഇതിൻ്റെ ആധിക്യം കൂടുതൽ കാണപ്പെടുന്നത്. ഇതൊരു തരം ഇനീഷ്യൽ ഇംപ്രഷനാണ്. ഒരാളെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു സ്പാർക്ക് ഈ ഹോർമോണുകളുടെ കളിയാണ്. രണ്ടാമത്തെ ഘട്ടമാണ് അട്രാക്ഷൻ. പ്രണയത്തിലെ ഏറ്റവും സുന്ദരമായ എന്നാൽ ഏറ്റവും അപകടകരമായ ഘട്ടം. ഈ ഘട്ടത്തിൽ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ, സെറോട്ടോണിൻ എന്നീ ഹോർമോണുകൾ കുതിച്ചുയരും. ഇതിനെ സഹായിക്കുന്നത് PEA, ഫെനൈൽ എഥൈൽ അമീൻ എന്നറിയപ്പെടുന്ന പ്രണയ തന്മാത്രയാണ്. ഈ ഘട്ടത്തിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പങ്കാളിയെക്കുറിച്ച് മാത്രം എപ്പോഴും ചിന്തിക്കുക. ഉറക്കമില്ലായ്മയും വിശപ്പില്ലായ്മയും. പങ്കാളിയുടെ തെറ്റുകളൊന്നും കാണാൻ കഴിയാത്ത അവസ്ഥ. പഴയൊരു ചൊല്ലുണ്ട്, പ്രണയം ഉണക്കമീൻ പോലെയാണ്, നാട്ടുകാർക്ക് മൊത്തം നാറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കുമെന്ന്. യുക്തിപരമായ ചിന്തകൾ കുറയുന്ന ഈ ഘട്ടം ഏകദേശം 4 മുതൽ 5 വർഷം വരെ നീണ്ടു നിൽക്കാം. പ്രണയത്തിൻ്റെ 3-ാം ഘട്ടമാണ് അറ്റാച്ച്മെൻറ്റ്. ഈ ഘട്ടത്തിലാണ് നമ്മൾ ആദ്യം പറഞ്ഞ നീ പഴയ പോലെയല്ല എന്ന പരാതി വരുന്നത്. അതിൻ്റെ രസകരമായ കാരണം എന്താണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പ്രണയ തന്മാത്രയായ PEAയുടെ ഉൽപ്പാദനം പതുക്കെ കുറയുന്നു. അതോടെ ഡോപ്പമിൻ നൽകിയിരുന്ന ആ ലഹരി അവസാനിക്കുന്നു. ഇപ്പോൾ നമ്മൾ പങ്കാളിയുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞു തുടങ്ങും. എന്നാൽ ഇവിടെയാണ് യഥാർത്ഥ ബന്ധം ആരംഭിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകളാണ് പ്രവർത്തിക്കുന്നത്. സ്പർശനത്തിലൂടെയും ലൈംഗികതയിലൂടെയും പങ്കാളിയോട് തോന്നുന്ന ഒരു സുരക്ഷിത ബോധമാണിത്. ഇത് പ്രണയത്തിന് ഒരു സ്റ്റെബിലിറ്റി നൽകുന്നു. ചുരുക്കത്തിൽ, നിങ്ങളുടെ പങ്കാളി പഴയ പോലെ എപ്പോഴും ഫോണിൽ സംസാരിക്കുന്നില്ലെന്നോ എപ്പോഴും സർപ്രൈസുകൾ നൽകുന്നില്ലെന്നോ കരുതി സ്നേഹം കുറഞ്ഞുവെന്ന് അർത്ഥമില്ല. അത് നിങ്ങളുടെ പ്രണയം 2-ാം ഘട്ടത്തിൽ നിന്ന് കൂടുതൽ ആഴമുള്ള 3-ാം ഘട്ടത്തിലേക്ക് മാറിയതിൻ്റെ ലക്ഷണമാണ്. നമ്മുടെ തലച്ചോറിലെ ഈ കെമിക്കൽ ലോജിക് മനസ്സിലാക്കിയാൽ അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ പങ്കാളിക്ക് കൂടി അയച്ചു കൊടുക്കൂ. സയൻറ്റിഫിക്കായി തന്നെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കട്ടെ. സയൻസിലെ ഇത്തരം കൗതുകകരമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. നന്ദി.